AC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒക്ടോബർ 25 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ GK പോർഷൻസിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് കേട്ടോ. പാർട്ട് 1 നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. നമുക്ക് പോയിന്റിലേക്ക് കിടക്കാം. ഫസ്റ്റ് പോയിന്റ്, കാവേരി നദിയിലെ ഹോഗനക്കൽ വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. കാവേരി നദിയിലെ ഹോഗനക്കൽ വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട് കേട്ടോ. ഇന്ത്യയുടെ ഭാഗമായ അഗ്നിപർവ്വത ദ്വീപുകൾ ഏതെല്ലാം? ബാറൻ, നാർക്കോണ്ടം. ഇന്ത്യയുടെ ഭാഗമായ അഗ്നിപർവ്വത ദ്വീപുകൾ ഏതെല്ലാം? ബാറൻ, നാർക്കോണ്ടം. സിയാൽ എന്നറിയപ്പെടുന്ന പാളി ഏത്? ഭൂവൽക്കം കേട്ടോ. സിയാൽ എന്നറിയപ്പെടുന്ന പാളി ഏത്? ഭൂവൽക്കം. ഏറ്റവും കൂടുതൽ സമയമേഖലകളുള്ള രാജ്യം ഫ്രാൻസ്. ഏറ്റവും കൂടുതൽ സമയമേഖലകളുള്ള രാജ്യം ഫ്രാൻസ്. 150 ഡിഗ്രി രേഖാംശം കിഴക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് കേട്ടോ അറിയപ്പെടുന്ന പേര് അന്താരാഷ്ട്ര ദിനരേഖ. 150 ഡിഗ്രി രേഖാംശം അറിയപ്പെടുന്ന പേര് അന്താരാഷ്ട്ര ദിനരേഖ. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ദക്ഷിണാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്ന സീസൺ വസന്തം. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ദക്ഷിണാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്ന സീസൺ വസന്തം. ജലമണ്ഡലത്തിലെ ഏറ്റവും വലിയ ഘടകം പസഫിക് സമുദ്രമാണ് കേട്ടോ. ജലമണ്ഡലത്തിലെ ഏറ്റവും വലിയ ഘടകം പസഫിക് സമുദ്രം. ദ്രവ്യം ഏതവസ്ഥയിലാണ് നക്ഷത്രങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത്? പ്ലാസ്മ. അപ്പോൾ നക്ഷത്രങ്ങളിൽ ദ്രവ്യം ഏതവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പ്ലാസ്മ കേട്ടോ. ഡോഗ് സ്റ്റാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നക്ഷത്രമാണ് സിറിയസ്. ഡോഗ് സ്റ്റാർ എന്ന പേരിലും അറിയപ്പെടുന്ന നക്ഷത്രമാണ് സിറിയസ്. ഗുരുത്വാകർഷണം ഏറ്റവും കൂടിയ അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. ഗുരുത്വാകർഷണം ഏറ്റവും കൂടിയ അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. വർണ്ണോജ്വലത കാരണം മുത്തുകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന മേഘം നാക്രിയസ് മേഘങ്ങൾ. വർണ്ണോജ്വലത കാരണം മുത്തുകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന മേഘങ്ങൾ നാക്രിയസ് മേഘങ്ങൾ. ആനയുടെ തുമ്പിക്കൈ പോലെ താഴേക്ക് ഇറങ്ങി വരുന്ന കൊടുങ്കാറ്റിനെ വിളിക്കുന്ന പേരാണ് ടൊർണാഡോ. ആനയുടെ തുമ്പിക്കൈ പോലെ താഴേക്ക് ഇറങ്ങി വരുന്ന കൊടുങ്കാറ്റിനെ വിളിക്കുന്ന പേര് ടൊർണാഡോ. ഫമൻസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് R.C. ദത്ത് കേട്ടോ. ഫമൻസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് R.C. ദത്ത്. റിസർവ് ബാങ്ക് ഗവർണറായ ആദ്യ ഇന്ത്യക്കാരനാണ് C.D. ദേശ്മുഖ്. റിസർവ് ബാങ്ക് ഗവർണറായ ആദ്യ ഇന്ത്യക്കാരനാണ് C.D. ദേശ്മുഖ്. CIBIL സിബിൽ. സിബിലിൻ്റെ പൂർണ്ണരൂപം ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ത്യ ലിമിറ്റഡ് കേട്ടോ. ഇന്ത്യ. ഓക്കെ. CIBIL സിബിലിൻ്റെ പൂർണ്ണരൂപം ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ലിമിറ്റഡ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലോഗോ രൂപകൽപ്പന ചെയ്ത സ്ഥാപനം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. 1971 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലോഗോ രൂപകൽപ്പന ചെയ്ത സ്ഥാപനം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. 1971 കേട്ടോ. IMFൻ്റെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുത്ത ലോക പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഇർവിംഗ് ഫിഷർ. IMFൻ്റെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുത്ത ലോക പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഇർവിംഗ് ഫിഷർ. ഇന്ത്യയിൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് തുടങ്ങിയ വർഷം 1884 കേട്ടോ. ഇന്ത്യയിൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് തുടങ്ങിയ വർഷം 1884. നികുതി ഷീറ്റ് ആവശ്യമായി വരുന്നിടങ്ങളിൽ ഹാജരാക്കുന്നത് ഏത് തരം നികുതി അടച്ചതിൻ്റെ രസീതാണ്? ഭൂനികുതി. നികുതി ഷീറ്റ് ആവശ്യമായി വരുന്നിടങ്ങളിൽ ഹാജരാക്കുന്നത് ഏത് തരം നികുതി അടച്ചതിൻ്റെ രസീതാണ്? ഭൂനികുതി. അപ്പോൾ നമുക്ക് കെട്ടിട നികുതിയുണ്ട്, ഭൂനികുതിയുണ്ട്. അതിൽ ഭൂനികുതിയുടെ രസീതാണ് ആവശ്യം കേട്ടോ. ആദായ നികുതി ഘടന ലഘൂകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് 1968 റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റി ഏത്? ഭൂതലിംഗം കമ്മിറ്റി. ആദായ നികുതി ഘടന ലഘൂകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് 1968 റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റി ഏത്? ഭൂതലിംഗം കമ്മിറ്റി. ബജറ്റിൻ്റെ 2 തരം അക്കൗണ്ടുകൾ ഏതെല്ലാം? റവന്യൂ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും കേട്ടോ. ബജറ്റിൻ്റെ 2 തരം അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? റവന്യൂ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. ബജറ്റ് രേഖകൾ അടങ്ങുന്ന ലെതർ ബ്രീഫ് കേസിനു പകരം തുണിസഞ്ചിയുമായി പാർലമെൻറ്റിലെത്തിയ ആദ്യ ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ കേട്ടോ. ബജറ്റ് രേഖകൾ അടങ്ങുന്ന ലെതർ ബ്രീഫ് കേസിനു പകരം തുണിസഞ്ചിയുമായി പാർലമെൻറ്റിലെത്തിയ ആദ്യ ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവനുള്ള രാജ്യം എന്ത് പേരിൽ അറിയപ്പെടുന്നു? റിപ്പബ്ലിക്. തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? റിപ്പബ്ലിക്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ കേട്ടോ. സർദാർ വല്ലഭായ് പട്ടേൽ. ഭരണഘടനാ നിർമ്മാണ സഭ എവിടെയാണ് സമ്മേളിച്ചിരുന്നത്? ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ. പഴയ പാർലമെൻറ്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാൾ കേട്ടോ.
ഭരണഘടനാ നിർമ്മാണ സഭ എവിടെയാണ് സമ്മേളിച്ചിരുന്നത്? ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ, അതായത് പഴയ പാർലമെൻറ്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ കേട്ടോ. ഭരണഘടന നിർമ്മിക്കുന്നതിൽ എടുത്ത കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. ലോകസഭയുടെ വെബ്സൈറ്റ് പ്രകാരമുള്ള വിവരണമാണ് കേട്ടോ. ഭരണഘടന നിർമ്മിക്കുന്നതിന് എടുത്ത കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഡോക്ടർ അംബേദ്കർ ബോംബെ പ്രസിഡൻസിയിൽ പരാജയപ്പെട്ടതിനാൽ അദ്ദേഹം എവിടെ നിന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? ബംഗാളിൽ നിന്ന് കേട്ടോ. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ? ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഡോക്ടർ അംബേദ്കർ ബോംബെ പ്രസിഡൻസിയിൽ പരാജയപ്പെട്ടതിനാൽ അദ്ദേഹം എവിടെ നിന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? ബംഗാളിൽ നിന്ന് കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചെയർമാൻമാരുടെ പാനലിൽ ഉൾപ്പെട്ട ഏക വനിത മുർഖാഭായ് ദേശ്മുഖ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചെയർമാൻമാരുടെ പാനലിൽ ഉൾപ്പെട്ട ഏക വനിത മുർഖാഭായ് ദേശ്മുഖ്. മൈസൂർ കഴിഞ്ഞാൽ ഏത് നാട്ടുരാജ്യത്തിൽ നിന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉണ്ടായിരുന്നത്? തിരുവിതാംകൂറിൽ നിന്നിട്ട് 6. അപ്പോൾ മൈസൂർ കഴിഞ്ഞിട്ട് ഏത് നാട്ടുരാജ്യത്തിൽ നിന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉണ്ടായിരുന്നത്? തിരുവിതാംകൂറിൽ. അപ്പോൾ കൂടുതൽ അംഗങ്ങൾ ഉണ്ടായിരുന്നത് മൈസൂരാണ്. അത് കഴിഞ്ഞിട്ടുള്ള നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ കേട്ടോ. 6 പേരാണ്. അടിയന്തരാവസ്ഥ സംബന്ധിച്ച വ്യവസ്ഥകൾ മിക്കതും കടം കൊണ്ടിരിക്കുന്നത് ഏത് ബ്രിട്ടീഷ് നിയമസംഹിതയിൽ നിന്നാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് കേട്ടോ. അടിയന്തരാവസ്ഥ സംബന്ധിച്ച വ്യവസ്ഥകൾ മിക്കതും കടം കൊണ്ടിരിക്കുന്നത് ഏത് ബ്രിട്ടീഷ് നിയമസംഹിതയിൽ നിന്നാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ കേട്ടോ. പിൽക്കാലത്ത് ഇന്ത്യൻ നീതിന്യായ രംഗത്ത് ഉരുത്തിരിഞ്ഞ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഉദ്ഭവിച്ചത് ഏത് രാജ്യത്താണ്? USA. പിൽക്കാലത്ത് ഇന്ത്യൻ നീതിന്യായ രംഗത്ത് ഉരുത്തിരിഞ്ഞ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഉദ്ഭവിച്ചത് ഏത് രാജ്യത്താണ്? USA. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കേന്ദ്രീകൃതമാകുന്നതിനുള്ള പ്രവണതയുണ്ടെന്ന് പ്രസ്താവിച്ചത് ഐവർ ജെന്നിങ്സ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കേന്ദ്രീകൃതമാകുന്നതിനുള്ള പ്രവണതയുണ്ടെന്ന് പ്രസ്താവിച്ചത് ഐവർ ജെന്നിങ്സ്. സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ രൂപവൽക്കരിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാർ. സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ രൂപവൽക്കരിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാർ. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സമ്പൂർണ്ണ ഡാറ്റാബേസ് സ്പാർക്ക് സർവീസ് ആൻഡ് പേ റോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി ഫോർ കേരള. അപ്പോൾ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സമ്പൂർണ്ണ ഡാറ്റാബേസാണ് സ്പാർക്ക് എന്നറിയപ്പെടുന്നത്. സർവീസ് ആൻഡ് പേ റോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി ഫോർ കേരള കേട്ടോ. ഫുൾ ഫോമാണ് അതിൻ്റെ കേട്ടോ. KS&SSRൻ്റെ ഷെഡ്യൂളിലെ എത്രാമത്തെ ലിസ്റ്റിലാണ് പട്ടികജാതി വിഭാഗങ്ങളുടെ പട്ടിക ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 1ാമത്തെ ലിസ്റ്റ്. KS&SSRൻ്റെ ഷെഡ്യൂളിലെ എത്രാമത്തെ ലിസ്റ്റിലാണ് പട്ടികജാതി വിഭാഗങ്ങളുടെ പട്ടിക ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 1ാമത്തെ ലിസ്റ്റിൽ. ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആസ്ഥാനം തിരുവനന്തപുരത്ത് കവടിയാർ കേട്ടോ. ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആസ്ഥാനം തിരുവനന്തപുരത്ത് കവടിയാർ. കേരള സംസ്ഥാന കരകൗശല അപ്പെക്സ് സഹകരണ സംഘം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സുരഭി. കേരള സംസ്ഥാന കരകൗശല അപ്പെക്സ് സഹകരണ സംഘം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സുരഭി കേട്ടോ. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ആസ്ഥാനമായ വൈദ്യുതി ഭവൻ എവിടെയാണ്? തിരുവനന്തപുരത്ത്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ആസ്ഥാനമായ വൈദ്യുതി ഭവൻ എവിടെയാണ്? തിരുവനന്തപുരം. കേരള നിയമസഭ പാസാക്കിയ പൊതുജനാരോഗ്യ നിയമപ്രകാരം പരിസരം മലിനമാക്കിയാൽ ചുമത്താവുന്ന പരമാവധി പിഴ 30,000 രൂപ കേട്ടോ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? കേരള നിയമസഭ പാസാക്കിയ പൊതുജനാരോഗ്യ നിയമപ്രകാരം പരിസരം മലിനമാക്കിയാൽ ചുമത്താവുന്ന പരമാവധി പിഴ 30,000 രൂപ. കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് ഹൈക്കോടതി. കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് ഹൈക്കോടതി. തൊഴിൽ രഹിത വേതനത്തിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക്. തൊഴിൽ രഹിത വേതനത്തിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി. ഭരണഘടനയുടെ ഏതു അനുച്ഛേദ പ്രകാരമാണ് കേരള നിയമസഭ 1968 കേരള പബ്ലിക് സർവീസ് ആക്ട് പാസ്സാക്കിയത്? 309ാമത്തെ അനുച്ഛേദം. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് കേരള നിയമസഭ 1968 കേരള പബ്ലിക് സർവീസ് ആക്ട് പാസ്സാക്കിയത്? 309ാം അനുച്ഛേദം. ആഹാരത്തിലൂടെ ശരീരത്തിലെ കേടുപാടുകൾ തീർക്കുന്ന പോഷക ഘടകമാണ് പ്രോട്ടീൻ. ആഹാരത്തിലൂടെ ശരീരത്തിൻ്റെ കേടുപാടുകൾ തീർക്കുന്ന പോഷക ഘടകം ഏതാണ്? പ്രോട്ടീൻ.
പ്രോ വിറ്റാമിൻ എ എന്നറിയപ്പെടുന്നത് ബീറ്റ കരോട്ടിനാണ്. പ്രോ വിറ്റാമിൻ എ എന്നറിയപ്പെടുന്നത് ബീറ്റ കരോട്ടിൻ. നെഫ്രോളജിസ്റ്റ് ഏത് അവയവത്തിൻ്റെ രോഗമാണ് ചികിത്സിക്കുന്നത്? വൃക്ക. നെഫ്രോളജിസ്റ്റ് ഏത് അവയവത്തിൻ്റെ രോഗമാണ് ചികിത്സിക്കുന്നത്? വൃക്ക. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. ഏത് ജീവിയുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവരിൽ കാണപ്പെടുന്ന രോഗമാണ് കാർപ്പൽ ടൺ സിൻഡ്രോം? കോഴി വളർത്തൽ കേന്ദ്രങ്ങൾ. ഏത് ജീവിയുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവരിൽ കാണപ്പെടുന്ന രോഗമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം? കോഴി വളർത്തൽ കേന്ദ്രങ്ങൾ കേട്ടോ. ഫെല്ലിങ്സ് ടെസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? മൂത്രത്തിലെ പഞ്ചസാരയുടെ സാന്നിധ്യം അറിയാൻ. ഫെല്ലിങ്സ് ടെസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? മൂത്രത്തിലെ പഞ്ചസാരയുടെ സാന്നിധ്യം അറിയാം. രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഘടകം പ്ലേറ്റ്ലെറ്റുകളാണ്. രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഘടകം പ്ലേറ്റ്ലെറ്റുകൾ. ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമാണ് തയാലിൻ. ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമാണ് തയാലിൻ. മഞ്ഞപ്പിത്തം പ്രധാനമായും ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കരൾ. മഞ്ഞപ്പിത്തം പ്രധാനമായും ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കരൾ. ഇൻസുലിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിക് മെലിറ്റസ്. ഇൻസുലിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിക്സ് മെലിറ്റസ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം നിശ്ചലമായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസം വീക്ഷണസ്ഥിരത. ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം നിശ്ചലമായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസം വീക്ഷണസ്ഥിരത കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിംഗനമാക്കി അണക്കെട്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു. അതിനെ പറ്റിയൊരു പോയിന്റ് പഠിച്ചിരുന്നു. അണക്കെട്ടിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലിംഗനമാക്കി അണക്കെട്ട്. ലിംഗനമാക്കി. കഥാപാത്രങ്ങളും കൃതികളും. അടുത്ത പട്ടിക കഥാപാത്രങ്ങൾ കൃതികൾ. കോക്കാഞ്ചിറ മറിയം ആലാഹയുടെ പെൺമക്കൾ എന്ന കൃതിയിലെ കഥാപാത്രമാണ്. കോക്കാഞ്ചിറ മറിയം ആലാഹയുടെ പെൺമക്കൾ. മണ്ടൻ മുത്തപ്പ മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന കൃതിയിലെ കഥാപാത്രം. മണ്ടൻ മുത്തപ്പ മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ. ചേതന മല്ലിക് ആരാചാറിലെ കഥാപാത്രമാണ് കേട്ടോ. ചേതന മല്ലിക് ആരാചാറിലെ കഥാപാത്രം. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ലെസ്ലി സായിപ്പ്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ലെസ്ലി സായിപ്പ്. മാർത്താണ്ഡവർമ്മ ഭ്രാന്തൻ ചാന്താൻ. ഭ്രാന്തൻ ചാന്താൻ എന്നുള്ള കഥാപാത്രം മാർത്താണ്ഡവർമ്മയിലാണ്. സൂര്യ നമ്പൂതിരിപ്പാട് ഇന്ദുലേഖ എന്ന കൃതിയിലാണ് കേട്ടോ. സൂര്യ നമ്പൂതിരിപ്പാട്. പിന്നെ ത്രിപുരസുന്ദരി കൊച്ചമ്മ ധർമ്മരാജയിലെ കഥാപാത്രമാണ്. ത്രിപുരസുന്ദരി കൊച്ചമ്മ ധർമ്മരാജയിലെ കഥാപാത്രമാണ്. പങ്കിപ്പണിക്കർ പ്രേമാമൃതം എന്ന കൃതിയിലെ നോവലിലെ കഥാപാത്രമാണ് കേട്ടോ. പങ്കിപ്പണിക്കർ പ്രേമാമൃത നോവലിലെ കഥാപാത്രമാണ്. പപ്പു എന്ന കഥാപാത്രം ഓടയിൽ നിന്ന് എന്ന കൃതിയിലാണ്. അപ്പുക്കിളി ഖസാക്കിൻ്റെ ഇതിഹാസത്തെ നോവൽ കേട്ടോ. അപ്പുക്കിളി ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രമാണ്. അപ്പുണ്ണി നാലുകെട്ടിലെ കഥാപാത്രമാണ് കേട്ടോ. അപ്പുണ്ണി. പഞ്ചാമൃത കൊച്ചമ്മ കുറുപ്പില്ലാ കളരിയിലെ കഥാപാത്രമാണ്. കഥാപാത്രം. തൈരുകാരത്തി എരുമ ഒരു ദേശത്തിൻ്റെ കഥയിലെ കഥാപാത്രമാണ് കേട്ടോ. തൈരുകാരത്തി എരുമ ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതിയിലെ കഥാപാത്രമാണ്. ജിതേന്ദ്രൻ മനുഷ്യനൊരു ആമുഖം എന്ന കൃതിയിലെ സുഭാഷ് ചന്ദ്രൻ കേട്ടോ. ജിതേന്ദ്രൻ മനുഷ്യനൊരു ആമുഖം എന്ന കൃതിയിലെ കഥാപാത്രമാണ്. കുന്തൻ മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന കൃതിയിലെ കഥാപാത്രമാണ് കേട്ടോ. കുന്തൻ മരുഭൂമികൾ ഉണ്ടാകുന്നത്. ഓമാഞ്ചി ഒരു തെരുവിൻ്റെ കഥ. എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥയിലെ ഓമാഞ്ചി കഥാപാത്രമാണ് കേട്ടോ. വട്ടനടിമ എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആരുണ്ടായിരുന്നു എന്ന ബഷീറിൻ്റെ കൃതിയിലെ കഥാപാത്രമാണ് വട്ടനടിമ. ക്ലാസിപ്പർ എന്നുള്ള കഥാപാത്രം കയറിലെ കഥാപാത്രമാണ്. തകഴിയുടെ കയറിലെ കഥാപാത്രമാണ് ക്ലാസിപ്പർ. ദേവകി മാനമ്പള്ളി അഗ്നിസാക്ഷി കേട്ടോ. ദേവകി മാനമ്പള്ളി എന്ന കഥാപാത്രം അഗ്നിസാക്ഷി എന്ന നോവലിലാണ്. ചെല്ലപ്പൻ എന്ന കഥാപാത്രം അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന കൃതിയിലേതാണ് കേട്ടോ. ചെല്ലപ്പൻ അനുഭവങ്ങൾ പാളിച്ചകൾ. കൊടന്ത്ര മൂത്താശാൻ കയർ എന്ന കൃതിയിലെ കഥാപാത്രം. കയർ എന്ന കൃതിയിലെ കഥാപാത്രമാണ്. ഫാദർ മാന്തോപ്പൻ അൾത്താര എന്ന കൃതിയിലെ കഥാപാത്രം. അൾത്താരയിലെ കഥാപാത്രമാണ്. ഇരുമ്പൻ ഗോവിന്ദൻ നായർ സുന്ദരികളും സുന്ദരന്മാരും എന്നതിലെ കഥാപാത്രം. ഇരുമ്പൻ ഗോവിന്ദൻ നായർ സുന്ദരികളും സുന്ദരന്മാരും. അമ്പ എന്ന കഥാപാത്രം സമുദ്രശീല കേട്ടോ. സമുദ്രശീലയിലെ കഥാപാത്രമാണ് അമ്പ. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ GK പാർട്ടിൽ പാർട്ട് 2 വീഡിയോ ആണിത്. ഇനിയും ഇതിൻ്റെ ബാക്കി പോയിന്റുകൾ അടുത്ത പാർട്ട് 3 കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.